ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഇന്നിപ്പോൾ കാർഡിഫിലാണുള്ളത്. ഇന്ന് നേരം വിളിച്ചപ്പോൾ ഞങ്ങൾ ഇന്നത്തെ അട്രാക്ഷൻസ് ഒക്കെ കാണാൻ പോവുകയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് കാർഡിഫ് ബേ, പിന്നെ കാസിൽ, പിന്നെ സീ സൈഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ എല്ലാം കുളമായിരിക്കുകയാണ്, ഭയങ്കര മഴയാണ്. ഹലോ, അപ്പോൾ UK വന്നിട്ട് ആദ്യമായിട്ടാണ് തെളിഞ്ഞ വെള്ളം കാണുന്നത്. അതുകൊണ്ട് തെളിഞ്ഞ വെള്ളം ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. നല്ല മഴയാണ്. മഴ കാരണം പറ്റുന്നില്ല, ആകെപ്പാടെ ഒരു ചള്ള് കാലാവസ്ഥയാണ്. ഇന്ന് എന്താവും എന്നറിയത്തില്ല. അങ്ങനെ നമ്മൾ സ്റ്റോപ്പിലെത്തി, ബസ് ഇറങ്ങി. ഇനി മുന്നോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാസലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ കാസിൽ. ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് പ്ലേസ് ഇൻ കാർഡിഫ്. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഇത് എത്രത്തോളം വലുതാണെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. വിൻസർ കാസിൽ കണ്ടിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഇത് ഇത്ര വലുതായിട്ട് തോന്നില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ള, ഇത്രയും നാളും കണ്ടിട്ടുള്ള കാസിൽ വെച്ച് ഏറ്റവും വലുത് വിൻസർ കാസിലാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കിയിട്ട് ബാക്കി പറയാം. ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ പാസ്സൊക്കെ എടുത്തു വെച്ചായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു. നമുക്ക് അവിടെ ചെന്നൊന്ന് കാണിച്ചാൽ മതി, നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വിടും. അപ്പോൾ ഇതാണ് എൻട്രൻസ് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു എന്തോ ഒരു കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട്, റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം ഒത്തിരി ആൾക്കാരും പിന്നെ ഒത്തിരി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ എന്തോ നടക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ കാണുന്ന ട്രീ ഇല്ലേ, ഇത് ഒത്തിരി പഴക്കമുള്ള ട്രീ ആണ്. ഇതൊരു ഒലിവ് ട്രീ ആണ്. ഇത് എഴുതിയേക്കുന്നത് 1760 ട്രീ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും നല്ല പഴക്കം തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു മരത്തിന്. ഈ കാണുന്നതാണ് മെയിൻ കാസിൽ, മെയിൻ പാർട്ട് ഓഫ് ദി കാസിലാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു കിണറുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനകത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിലുള്ള പുരാതനമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്കൊരു വാല്യൂസ് നമ്മൾ കൊടുക്കാറില്ല, നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല, ഒന്നും നന്നായിട്ട് സൂക്ഷിക്കാറൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർ ഓരോ കല്ലും ഓരോ തടിക്കഷ്ണങ്ങളും അവരത്ര കെയർഫുള്ളായിട്ടാണ് സൂക്ഷിക്കുന്നത്. എല്ലാം നല്ല ഭംഗിക്ക്, നല്ല കെയർഫുള്ളായിട്ട്, സുരക്ഷിതമായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഹിസ്റ്ററിയൊക്കെ അതേപോലെ തന്നെ തനിമയോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ലൊരു കെയറാണ് ഇവർ കൊടുക്കുന്നത്. ഇതാണ് എൻട്രൻസ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്ലാഷ് ഫോട്ടോഗ്രാഫി പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ക്യാമറയും ഫോണൊക്കെ അലൗഡാണ്. സോ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം, ഫ്ലാഷ് ഫോട്ടോസൊന്നും പാടില്ല എന്നുള്ളൂ. നമുക്കതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വിൻഡോസും പിന്നെ റൂമുകളും എല്ലാം, അത് ഏതൊരു ബിൽഡിങ്ങിൽ ചെന്നാലും എല്ലാം തന്നെ ചെറുതായിരിക്കും. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് ഒരു കൂടുതൽ സമയം തണുപ്പുള്ളൊരു രാജ്യമാണല്ലോ. അപ്പം അത് ഒന്ന് ചൂടാക്കിയെടുക്കാൻ ചെറിയ ചെറിയ റൂമുകളാണെങ്കിൽ എളുപ്പമാണ്. വലിയ വലിയ റൂംസ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ചിലപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു കാരണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവർക്ക് അത് നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം.
ദാ ഈ കാണുന്നത് ഒരു ഡൈനിങ് റൂമാണ് കേട്ടോ. പണ്ടത്തെ കാലത്ത് ഈ ബ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഫാമിലി ആയിരുന്നു ഇവിടെ ലാസ്റ്റായിട്ട് താമസിച്ചത്. അവരുപയോഗിച്ചുകൊണ്ട് അവരുടെ വീടായിട്ട് ഇത് ഉപയോഗിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും അത് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഇവരത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ്. പിന്നെ ഇവിടെ അവർ ഈ ഇതിനെപ്പറ്റി ഹിസ്റ്ററിയെ പറ്റി ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ ചെന്നപ്പോൾ പകുതിയായി കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് അധികം മനസ്സിലായില്ല എന്താണ് അവർ പറയുന്നതെന്നുള്ളത്. പിന്നെ ഈ ബ്യൂട്ടി ഫാമിലിയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ട് മുന്നോട്ട് നീങ്ങാം.
ഉള്ളിലെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് പുറത്തിറങ്ങാം. പുറത്ത് പോയിട്ട് ഇനി വേറൊരു ക്യാസിലുണ്ട് ചെറിയത്. അതെനിക്ക് തോന്നുന്നു ഇവർ അന്നത്തെ കാലത്ത് നമ്മുടെ രാജ്യത്തെ നിരീക്ഷിക്കാനും പിന്നെ യുദ്ധം ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ ചെറുക്കാനും വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ബിൽഡിങ്ങാണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടണലുണ്ടല്ലോ, അത് ക്യാസിലിൻ്റെ ഭിത്തിക്കുള്ളിൽ അവർ പ്രത്യേകമായിട്ടുണ്ടാക്കിയൊരു ടണലായിരുന്നു. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അതായത് ഈ കാർഡിഫിലുള്ള ആൾക്കാരെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ടണലുണ്ടാക്കിയിട്ട് അവിടെയായിരുന്നു ആൾക്കാരെ താമസിപ്പിച്ചിരുന്നത്. അവരുടെ ആൾക്കാരെയെല്ലാം, അതായത് അവിടുത്തെ നാട്ടുകാരെയെല്ലാം താമസിച്ചുകൊണ്ടിരുന്നു. അവർക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് നമ്മളപ്പോൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ നല്ല പ്രത്യേക ഒരു ആംബിയൻസ് ആണ് കേട്ടോ. അവർ ഒരു പ്രത്യേക മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കൊരു പേടിയൊക്കെ തോന്നും. അന്നത്തെ കാലത്തെ പോലത്തെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട്. ഇത് കുറച്ചുണ്ട് കേട്ടോ. അതായത് ക്യാസിലുമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ടണൽ. അപ്പം നമ്മൾ ആൾക്കാരെ അതിനകത്ത് കയറ്റി താമസിപ്പിക്കുകയോ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാനും ഫുഡ് കൊടുക്കാനും അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം ഒത്തിരി ആൾക്കാരെ ആ സമയത്ത് ഈ ഒരു ടണൽ കാരണം സംരക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതാണ് അടുത്ത പാർട്ട്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു സെൻട്രലായിട്ട് ഒരു ചെറിയൊരു ഹില്ലിൻ്റെ മേളിലായിട്ട് പണിതേക്കുന്നതാണ്. ഇതിന് ചുറ്റിനും വെള്ളമുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വെള്ളമൊക്കെ ചള്ളായി കിടക്കുവാണ്. പിന്നെ അത് അത്ര അങ്ങോട്ട് പുല്ലൊക്കെ പിടിച്ച് കാടൊക്കെ പിടിച്ച് അത്ര ഭംഗിയില്ല. പക്ഷേ പണ്ടത്തെ കാലത്തെ ആ ഒരു ഭംഗി നമുക്കത് കാണുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്ര ഭംഗിയായിരുന്നായിരിക്കുമെന്ന്. പിന്നെ ആ സമയത്ത് നല്ല മഴ പെയ്തു കേട്ടോ. മഴ പെയ്ത് ഞങ്ങൾ മഴ നനഞ്ഞാണ് അതിനകത്ത് കയറുന്നത്. ഒരു രക്ഷയില്ല. എന്ത് പറയാനാ, എന്തായാലും നമ്മൾ വന്നു. അപ്പം നമ്മൾ കണ്ടിട്ടേ പോകുന്നുള്ളതെന്ന് തീരുമാനിച്ചു. ഇതിനുള്ളിലും ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു കിണറൊക്കെ. പിന്നെ ഈ കയറ്റം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നടയുണ്ട്. കുഞ്ഞു കുഞ്ഞു നടകളാണ്. കയറി അങ്ങോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഒത്തിരി പ്രായമായവരൊക്കെ വരുന്നുണ്ട് ഇത് കാണാനും എടുക്കാനും. അവർക്ക് എനിക്കൊക്കെ നട കയറാൻ ബുദ്ധിമുട്ടാണ്. അവർക്കൊന്നും പ്രശ്നമില്ല. അവർ നടയൊക്കെ കയറി നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ വന്നിട്ട് കേട്ടോ. ഇതാണ് ഉള്ളിലോട്ടുള്ള സ്ഥലം. ഉള്ളിൽ എന്ന് പറയുന്നത് ശരിക്കൊരു ഒന്നുമില്ലാത്തൊരു പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു പുൽത്തകിടിയാണ്. അപ്പോൾ ഇതിന് ചുറ്റിനും ഇതിങ്ങനെ ചെറിയ വിൻഡോ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ യുദ്ധം നടക്കുന്ന സമയങ്ങളിൽ പട്ടാളക്കാർക്ക് ഒളിച്ചിരിക്കാനും അവിടെ നിന്ന് യുദ്ധം ചെയ്യാനും ഒക്കെ ആയിരിക്കും. പിന്നെ ഇതിന് മേളിലൊരു ടവറാണ്. ഇത് ടവറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ. ഇത് എന്തിനുപയോഗിക്കുന്നതാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം കേട്ടോ. ഇത് കണ്ടോ, വളരെ ചെറിയ സ്റ്റെപ്പാണ് കേട്ടോ. ഒന്ന് കാല് തെറ്റിയാൽ താഴെ ചെന്ന് നിൽക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയത്തൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായെങ്കിൽ അങ്ങ് താഴെ പോയി കിടക്കുകൊണ്ട് നന്നായിട്ട് പിടിച്ച് കമ്പിയിലൊക്കെ പിടിച്ച് പതുക്കെ ഞങ്ങൾ കയറി പോയത്. എന്തായാലും വന്നതല്ലേ, നമ്മളത് മുതലാക്കിയിട്ടേ പോകുന്നുള്ളതെന്ന് തീരുമാനിച്ചു. പഴയ കാലത്തെ ആ ഒരു നിർമ്മിതികളൊക്കെ ഏറെക്കുറെയൊക്കെ ഇടിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ പുതിയതായിട്ട് റീപ്ലേസ് ചെയ്തു. എന്നാലും അത് നല്ല രീതിയിൽ തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നിട്ട് നോക്കുവാണെങ്കിലും നമുക്ക് അവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാം. പിന്നെ അവിടെ ഈ സൈഡിൽ കുറേ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അത് എന്തിനാന്ന് അറിയത്തില്ല കേട്ടോ.
അങ്ങനെ നമ്മൾ ക്യാസലിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ട് തീർത്തു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.